നമ്മുടെ പശുവിന്റെയും മനുഷ്യന്റെയും മലമാണ് ഈ കത്തുന്നത്. അതിന്റെ പവർ നിങ്ങൾ കണ്ടോളൂ. ഇത്രയും പവറിൽ നമുക്ക് LPG കത്താൻ ചാൻസ് കുറവാണ്. കത്തുമെന്ന് അറിയില്ല. ഞാൻ പാത്രം കൂടി വെച്ച് കാണിച്ചു തരാം. എത്രത്തോളം കവർ ചെയ്യുന്നു നോക്കുന്നത്. അതെ, നമുക്ക് ചെമ്പൊക്കെ ഈസിയായിട്ട് വയ്ക്കും. ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഹ്യൂമൻ വേസ്റ്റും അതുപോലെ കന്നുകാലികളുടെ വേസ്റ്റുമാണ് ഒരുമിച്ച്. അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റേഷൻ ഇവിടെ റെഡിയാക്കി. നമുക്ക് മനുഷ്യന്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും എല്ലാത്തിൽ നിന്നും നമുക്ക് ഗ്യാസ് കിട്ടും. ഹ്യൂമൻ വേസ്റ്റിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാസ് കിട്ടും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലത്തെയാണ്. ഫുഡ് വേസ്റ്റ് നമുക്ക് കത്തിക്കാൻ പാടില്ല. അതെ, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓർഡർ കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഫുഡ് വേസ്റ്റ് കത്തിക്കാൻ പാടില്ല. ചാണകം, സ്റ്റൗ, ആക്സസറീസ് എല്ലാം ഉൾപ്പെടെ കേരളം മുഴുവൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സെയിം റേറ്റ്, ഒരേ വിലക്ക്. മാങ്ങാണ്ടി വരെ ഇടാം. പക്ഷെ ക്രഷ് ചെയ്തിടണം. എപ്പോഴും ഒരു പൾപ്പി കണ്ടീഷനിൽ വേണം നമ്മൾ പ്ലാന്റിലേക്ക് ഫീഡ് ചെയ്യാൻ. ഇതിനകത്ത് കൊതുവിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സൊല്യൂഷൻ ഒന്ന് നെറ്റ് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗപ്പി മീനിടാൻ ഡെറ്റോൾ ഒഴിക്കാം. ഈ ഒരു മോഡലിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഇല്ല. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 12 സിലിണ്ടർ ഒരു കൊല്ലം സേവ് ചെയ്യാം. ഈ നമ്മുടെ സിലിണ്ടർ ഇതിൽ നമുക്ക് ഏകദേശം ഒരു 7 സിലിണ്ടർ സേവ് ചെയ്യും ഒരു വർഷത്തില്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 5 സിലിണ്ടർ സേവ് ചെയ്യും.